ആരായാലും, ഇപ്പം ഞാനായാലും ആരായാലും ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ ഗുരുവിൻ്റെ ഈ മാർഗത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും മാറി നിന്ന് നമുക്ക് മനസ്സിലായതുപോലെ പറയുകയാണെങ്കിൽ വിചാരിച്ചോളണം നമ്മുടെ മനസ്സ് തെറ്റി. നമ്മൾ ഈ ആശ്രമ സ്വഭാവത്തിൻ്റെ ആശയ സ്വഭാവത്തിൽ നമ്മൾ തെറ്റി. അപ്പം തന്നെ ആരിനി എന്ത് പറഞ്ഞാലും, ഏത് സന്യാസിയോ ഏറ്റവും ഉയർന്ന വ്യക്തിയോ പിന്നെ പഴയ വിശ്വാസിയോ ആരെന്ത് പറഞ്ഞാലും ഈ ആശയത്തെ സംബന്ധിച്ച്, കാര്യം ഈ ആശയത്തിൻ്റെ ഈ സത്യത്തിൻ്റെ പാതയെ, ഈ ഗുരുമാർഗത്തെ, ഈ ഗുരുവിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ആ ഗുരുവിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച്, അത് നമ്മുടെ ഹൃദയത്തിൽ ആ സത്യത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സത്യത്തിൻ്റെ ആ ആശ്രമത്തിൻ്റെ പുരോഗമനത്തെക്കുറിച്ച്, അതിൻ്റെ പരിണാമത്തെക്കുറിച്ച്, ആ കാലാന്തര ഗുരുവിൻ്റെ വിഷനെക്കുറിച്ച്, അതിൻ്റെ കാര്യങ്ങളിൽ ആരെന്ത് പറഞ്ഞാലും നമുക്ക് കണ്ണു അടച്ച് പറയാം. അത് ഈ പറയുന്ന പോലെ അവർ ആ ഒരു രീതിയിൽ പരിണാമം വരാതെ തെറ്റിപ്പോയവരാണ്. ഇപ്പോൾ ആശ്രമ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്രമത്തിൽ നിന്ന് ഒരു വ്യക്തി മനസ്സിനെ സമൂലമായ ഒരു പരിവർത്തനം, ബോധമണ്ഡലത്തിന് സമൂലമായ ഒരു പരിവർത്തനം വരുത്തുന്ന സ്ഥലമാണ് ആശ്രമം എന്ന് പറയുന്നത്. ആശ്രമം നമ്മൾ ജനിച്ചും വളർന്നും കണ്ടും കേട്ടും നമ്മുടെ പിതൃ സ്വഭാവങ്ങളും ആരാധനാ സ്വഭാവങ്ങളും എല്ലാം സമൂലമായിട്ട് മാറി നമുക്ക് പുതിയൊരു ബോധവും പുതിയൊരു അവയർനെസ്സും പുതിയ ഗുരുവിൻ്റേതായിട്ടുള്ള പുതിയ ഒരു മനുഷ്യരാശി, പുതിയൊരു മനുഷ്യൻ, പുതിയൊരു മനുഷ്യധർമ്മം, ഇന്ന് വരെ നിലനിൽക്കുന്ന യുഗയുഗാന്തരങ്ങളായിട്ട് തെറ്റി വന്നിരിക്കുന്ന മനുഷ്യൻ്റെ സങ്കല്പങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽ നിന്നും ഒക്കെ മാറിയ ഒരു പുതിയ മനുഷ്യൻ. അപ്പോൾ ആ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമമാണ് ആശ്രമത്തിലൂടെ നടപ്പാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിശ്രമത്തിൽ നമ്മളെല്ലാവരും വന്ന് പ്രവർത്തിക്കുമ്പോൾ കുറേ സമയം വരെ, ഒരു പ്രത്യേക കാലഘട്ടം വരെ പലരും പിടിച്ചു നിൽക്കും. കാര്യം ഇത് ജീവനിലൊരു പുണ്യവും ഭാഗ്യവും ഒരു ആത്മസമർപ്പണവും ഒക്കെ ഉതകി വരുന്നവർക്ക് ഇത് അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഗുരു എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ ഒരു സമയം വരെയൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, പരിവർത്തിക്കുന്നു, പിടിച്ചു നിൽക്കുന്നു. അതിനുശേഷം ഒരു തലം വരുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും സംശയം വരും, ഗുരുവിനോട് പോലും സംശയം വരും. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കളും ആരാധനാ സ്വഭാവത്തിലുള്ള ഇതെല്ലാം നമ്മളെ സംശയിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തെറ്റിപ്പോകുന്ന, പണ്ടേ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന കാലഘട്ടം മുതൽ ഒരു കാലഘട്ടം വരെ നിന്നിട്ട് ഇങ്ങനെ തെറ്റിപ്പോകുന്നവരുണ്ട്. അത് ഗുരു എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഈ പല സ്വഭാവത്തിലുള്ള ഭൗതികമായ താല്പര്യങ്ങളുമായിട്ട് വരുന്നവർക്ക് ഇതിനോടൊപ്പം അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഗുരു എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഒരു ആത്മശാന്തിയും അല്ലെങ്കിൽ സത്യാന്വേഷണവും അല്ലെങ്കിൽ ദൈവികമായ ഒരു ധർമ്മം, ഇതിനെക്കുറിച്ചൊക്കെ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പോൾ അഥവാ നമുക്ക് ആദ്യമേ വരുമ്പോൾ ഈ ഒരു സ്വഭാവത്തിലൊന്നും നമുക്ക് താല്പര്യം ജനിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യസാധ്യമായിട്ടോ എന്തെങ്കിലും വിഷയമായിട്ടോ ഒക്കെ ആയിരിക്കും വന്നിട്ടുള്ള, രോഗമായിട്ടോ പ്രശ്നങ്ങൾ. അപ്പോൾ അതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ മാത്രം പിറകെ ചിന്തിക്കാതെ നമ്മുടെ ജീവൻ്റെ തലത്തിൽ ഉണരണം. അതായത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും. താൻ ആരാണ്, താൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ഒരു ജീവൻ്റെ തലത്തിലൊരു ഉണർച്ച പ്രാപിച്ച്, അപ്പോൾ ആ ജീവൻ്റെ തലത്തിൽ എത്തിയാൽ മാത്രമേ